ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ മെമ്പറൈനെ പറ്റിയിട്ടാണ്. എന്താണ് സെൽ മെമ്പറൈൻ? നമ്മുടെ ഔട്ടർ സെല്ലിനെയും ഇന്നർ സെല്ലിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറൈൻ നമ്മൾ പറയുന്ന പേരാണ് സെൽ മെമ്പറൈൻ. ആൻഡ് ബേസിക്കലി ഈ സെൽ മെമ്പറൈന് ഒരു സ്ട്രക്ചറുണ്ട്. ഈ സ്ട്രക്ചർ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ വെച്ചിട്ടാണ്. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ആദ്യമായിട്ട് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇൻവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സെൽ മെമ്പറൈൻ്റെ സ്ട്രക്ചർ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്തായിരിക്കണം സ്ട്രക്ചറും അതേമാതിരി ഫങ്ഷൻസും എന്തായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നഴ്സിങ്ങിന് പൊതുവേ റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഫങ്ഷൻ ഓഫ് സെൽ മെമ്പറൈൻ. സോ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെമ്പറൈൻ. ആൻഡ് ഈ സെൽ മെമ്പറൈൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സെൽ മെമ്പറൈൻ എപ്പോഴും ഒരു ലിപ്പിഡ് ബൈലെയർ സ്ട്രക്ചറാണ്. അതിൽ തന്നെ നമുക്ക് രണ്ട് ഏരിയാസ് കാണാൻ പറ്റും. ഒന്ന് ഇൻസൈഡ് ദ സെല്ലും ഒന്ന് ഔട്ട്സൈഡ് ദ സെല്ലും. സെല്ലിൻ്റെ ഇൻസൈഡിലേക്ക് കാണുന്നത് നമുക്ക് ടുവേർഡ്സ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും സെല്ലിൻ്റെ ഔട്ട്സൈഡിലേക്ക് കാണുന്ന പോർഷൻ നമുക്ക് ടുവേർഡ്സ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും പറയാം. ലിപ്പിഡ് ബൈലെയറിൽ നമുക്കെപ്പോഴും കൊളസ്ട്രോൾ കാണാൻ പറ്റും. ആൻഡ് ഇതിന് രണ്ട് എൻഡ്സ് ഉണ്ട്. ഫസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് പോളാർ ഹൈഡ്രോഫിലിക് എൻഡാണ്. ഹൈഡ്രോഫിലിക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനോട് അട്രാക്ഷനുള്ള എൻഡും, നോൺ പോളാർ ഹൈഡ്രോഫോബിക് എൻഡ് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് അട്രാക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലാത്ത എൻഡുമാണ്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഓർ ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻ. അതായത് നമ്മുടെ സെൽ മെമ്പറൈനെ പെനട്രേറ്റ് ചെയ്ത് കിടക്കുന്ന പോലെ കാണുന്ന പ്രോട്ടീൻസാണ് ഇത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് പെരിഫറൽ പ്രോട്ടീൻ. പേര് പോലെ തന്നെ ഇത് ഔട്ടർ സർഫേസിൽ മാത്രമാണ് പ്രസൻ്റ് ആയിരിക്കുക. അതുപോലെ സെൽ മെമ്പറൈനിൽ നമുക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയും ഗ്ലൈക്കോലിപ്പിഡ്സിനെയും കാണാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒരു സെൽ മെമ്പറൈൻ്റെ കോമ്പണൻസ് എന്നാണ്. അതിലാദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ലിപ്പിഡ് ബൈലെയറിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 to 10 നാനോമീറ്ററാണ്. ഇതെപ്പോഴും ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസിന് പെർമിയബിൾ, അതായത് കടത്തിവിടുന്നതായിരിക്കും. വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസിന് പെർമിയബിലിറ്റി ഇല്ല, അതായത് കടത്തിവിടത്തില്ല. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോട്ടീൻസ് ആണ്. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണുള്ളത്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസും പെരിഫറൽ പ്രോട്ടീൻസും. ഇൻ്റഗ്രൽ പ്രോട്ടീൻസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ചാനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ റിസപ്റ്റേഴ്സ് ആയിട്ടും എൻസൈം കണ്ടക്റ്റിംഗ് ആയിട്ടുമാണ് മെയിൻലി ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൽ മെയിൻലി ഗ്ലൈക്കോലിപ്പിഡ്സും ഗ്ലൈക്കോ പ്രോട്ടീൻസും കാണാം. പിന്നെ കാണുന്നതാണ് ഗൈക്കോ കാലിക്സ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസ് കൊടുക്കുക, അതുപോലെ തന്നെ രണ്ട് സെൽസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യിക്കുക, ഒരു റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇൻ ദിസ് ഏരിയ, ഫങ്ഷൻസ് ഓഫ് സെൽ മെമ്പറൈൻ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് സെൽ മെമ്പറൈൻ ചെയ്യുന്നത്? ആദ്യം ഇത് ചെയ്യുന്നത് ഒരു ലിപ്പിഡ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ലിപ്പിഡ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുക. ദെൻ സെലക്റ്റീവ് പെർമിയബിലിറ്റി, അതായത് നമ്മുടെ സെൽ മെമ്പറൈൻ എല്ലാ സബ്സ്റ്റൻസിനെയും കടത്തിവിടുന്ന ടൈപ്പ് ഓഫ് മെമ്പറൈൻ അല്ല. അതിന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസിനെ മാത്രമേ ഇത് കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സെലക്റ്റീവ്ലി പെർമിയബിളാണ്. ആൻഡ് പിന്നെ ഒരു ഫങ്ഷനായിട്ട് വരുന്നത് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അതിൽ തന്നെ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്, ടൈപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെൽ മെമ്പറൈനാണ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വഴിയാണ് സെല്ല് വേറൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ സെൽ മെമ്പറൈൻ ചെയ്യുന്ന വേറൊരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സെൽ മെമ്പറൈൻ വരുന്ന ഒരു ഫങ്ഷനാണ് മോളിക്കുലാർ ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ റിസപ്റ്റേഴ്സായിട്ടും ഡ്രഗ്സിൻ്റെ റിസപ്റ്റേഴ്സായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് ആർക്ക് വരുന്നുണ്ട്? നമ്മുടെ സെൽ മെമ്പറൈന് വരുന്നുണ്ട്. അതുപോലെ വരുന്നൊരു ഫങ്ഷനാണ് നമ്മുടെ സെല്ലിൻ്റെ സൈസിനെയും ഷേപ്പിനെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സെൽ മെമ്പറൈനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്.
നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. മുന്നിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.